ഹലോ, അസ്സലാമു അലൈക്കും. അനന്തര എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല്, ഇന്ന് നമ്മള് ഒരു ഓണം ആഘോഷിക്കാൻ ദുബായി പോവുകയാണ്. അപ്പൊ ദുബായിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിക്കാട്ടോ. ഞാനുണ്ട്, ഇഷമോളുണ്ട്, സുറുമിയുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ ടാക്സി കയറാൻ വേണ്ടി പോവുകയാണ്. ടാക്സിയിൽ നേരെ ബസ് സ്റ്റേഷനിൽ പോകണം. അങ്ങനെ ടാക്സി ഒക്കെ വന്ന് ടാക്സിയിൽ കയറി ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ബസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് ബസ് സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇതാണ് അബുദാബി ബസ് സ്റ്റേഷൻ കേട്ടോ. ബസ് സ്റ്റേഷൻ ഇത് എത്താറായി. ഇവിടുത്തെ അബുദാബിത്തെ ബസ്സൊക്കെയാണത്. അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ റൗണ്ട് ചെയ്ത് ചെന്ന് നേരെ ബസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിർത്തും. എന്നിട്ട് നമ്മൾ അവിടുന്ന് ബസ് സ്റ്റേഷന്റെ അകത്ത് കയറി പോയിട്ട് ടിക്കറ്റ് അല്ല, ഇവിടെ ബസ് കാർഡാണ്, ദുബായ് ബസ് കാർഡാണ്. അതിൽ റീചാർജ് ചെയ്തിട്ട് വേണം പോവാൻ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബസ് സ്റ്റേഷന്റെ അവിടെ ഇറങ്ങി ബസ് സ്റ്റേഷന്റെ അകത്തേക്ക് ഇതൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ 3 പേര് ഇതാ അകത്തോട്ട് കയറി. എന്നിട്ട് സുറുമിത ടിക്കറ്റല്ല കാർഡിൽ റീചാർജൊക്കെ ചെയ്തതാ വന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ കേട്ടോ പോയിക്കണത് 7 മണിക്ക്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ബസ് സ്റ്റേഷൻ്റെ അകത്തൊരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ പോയിരുന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. ഇവിടെ ഷവർമയും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് പൊറാട്ട, ചിക്കൻ കറി, ചായ. അപ്പോൾ രാവിലെ തന്നെ പൊറാട്ട കഴിച്ചാൽ പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ കയറി പൊറാട്ടയും ചിക്കനും ഒക്കെ ഓർഡർ ചെയ്ത് ഷമോൾക്ക് ഇത് പൊറാട്ട ഒക്കെ പിച്ചിട്ട് കൊടുക്കുകയാണ് സുറുമി. അപ്പോൾ ഇതാ ഒരു സ്റ്റാർട്ട് ചെയ്തു കേട്ടോ, പൊറാട്ട കഴിക്കൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അതിൻ്റെ അപ്പുറത്തൊരു ബക്കാലുണ്ടായിരുന്നു. ബക്കാലേക്ക് വന്നിട്ട് ഇഷമോൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടിയിരുന്നു. അതൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ ബസ്സിൻ്റെ അടുത്തേക്ക് വന്നു, ദുബായ് ബസ്സിൻ്റെ അടുക്ക്. ഇത് ദുബായിക്ക് പോണ ബസ്സല്ല കേട്ടോ, ഇത് ഞാനൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്താണ്. ഇത് വേറെ എവിടേക്ക് പോണ ബസ്സാണ്. ഇതാണ് ദുബായിക്ക് പോണ ബസ്. ഇത് ഇവിടെയാണ് ലഗേജൊക്കെ ഇടുക. ഈ ഡോർ ഓപ്പൺ ആയവിടെ ഇത്രയും ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ലൈനാണ്. ദുബായിക്ക് പോകാൻ ഭയങ്കര തിരക്കാണ് ഇവിടെ എല്ലാ സമയത്തും ഇങ്ങനെ ക്യൂ നിൽക്കണം. അപ്പോൾ ഞങ്ങൾ ക്യൂവിലാണ് കാത്തിരിക്കുകയാണ്. നമ്മൾ ചിലപ്പോഴേ ഈ ബസ് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ നമുക്ക് അപ്പോൾ ഇതുണ്ടായിരുന്നു. കാരണം അതിൽ ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബസ്സിൽ പോകണം. ഇതാണ് ദുബായിന്റെ ബസ് കാർഡ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ബസ്സിൽ തന്നെ കയറിയിട്ടോ. ലാസ്റ്റ് ഞങ്ങൾക്ക് സീറ്റ് ഉണ്ടായിരുന്നു, 2 ആൾക്കും സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ മെഷീൻമേ കാർഡൊക്കെ വെച്ച് ബാലൻസ് ഒക്കെ കാണിച്ചു. ഇതാണ് ബസ്സിന്റെ അകം. ദുബായിക്ക് പോണ ബസ്സാണിത്. ഞങ്ങൾ ഏറ്റവും പുറകിലാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. ലാസ്റ്റ് 2 ആൾക്ക് ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും കയറി. ഞങ്ങൾ നേരെ ബാക്കിൽ പോയിരുന്നു. അപ്പോൾ ദുബായിക്ക് പോകുമ്പോൾ പിന്നെ 2-2.5 മണിക്കൂർ ഉണ്ടാകും. അപ്പോൾ ഇവിടുന്ന് എടുത്ത് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാലോ എന്നൊക്കെയുള്ള മൈൻഡിലാണ് കയറിയത്. അപ്പോൾ ഇതാണ് ബസ്സിന്റെ അകട്ടോ. ബസ്സിന്റെ അകത്തുള്ള കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതങ്ങനെ ബസ്സൊക്കെ എടുത്ത് ഞങ്ങൾ ഇതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ദുബായിലേക്ക്. അബുദാബിയിൽ നിന്ന് ബസ് എടുത്തു. ഇത് അബുദാബിത്തെ ഒരു ടവറാട്ടോ, 2 ടവർ. ഇത് പൈനാപ്പിൾ ഉണ്ടല്ലോ, പൈനാപ്പിൾ ടവർ എന്നാണ് അതിന്റെ ആകൃതിയിലുള്ള 2 ടവറാണ് പൈനാപ്പിൾ ടവർ. അതാണ് ഞങ്ങൾ ഇവിടെ അറിയപ്പെടുക. അങ്ങനെ കുറച്ചു നേരം ഇഷമോള് വീഡിയോ ഒക്കെ എടുക്കൽ തുടങ്ങിട്ടോ. അപ്പൊ ഇനിയിപ്പോ ഇങ്ങനെ കൂടുതലൊന്നും എടുക്കാനില്ലല്ലോ എന്ന് കരുതിയിട്ട് അവളെ കൊണ്ടൊന്നും എടുപ്പിച്ച് ഇനി ദുബായിലൊക്കെ എത്തിയിട്ട് വീഡിയോ എടുക്കാന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇതായി. അപ്പൊ ഞങ്ങൾ അങ്ങനെ ദുബായിൽ എത്തി, ദുബായിൽ ഇറങ്ങിട്ടോ. ഇതാണ് ദുബായിൽ ബസ് സ്റ്റേഷന്. ഇവിടെ ഞങ്ങള് ചെന്നിറങ്ങി. അവിടത്തെ ഒരു സംഭവങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുബായ് ബസ് സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാലുള്ള കാഴ്ചകളാണ്. അപ്പുറത്ത് ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇഷമോൾക്ക് AC അടിച്ചപ്പോൾ നല്ല തണുപ്പൊക്കെ വന്നപ്പോൾ ഇഷമോളൊരു കോട്ടൊരു ജാക്കറ്റൊക്കെ ഇട്ടിട്ടോ. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഉറങ്ങിയിരുന്നു ആള്. ആ ഉറക്കൊക്കെ കഴിഞ്ഞൊരു ഇതിലിങ്ങനെ നിൽക്കണ ആള്. നല്ല തണുപ്പായിരുന്നു അപ്പോൾ. പക്ഷെ ഇവിടെ ഇറങ്ങിയപ്പോൾ നല്ല ചൂടാട്ടോ, നല്ല വെയിലുണ്ട്. അപ്പം ഞങ്ങളങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ഒന്ന് ഫ്രഷ് ആകുകയൊക്കെ ചെയ്തു. ഇവര് ലേഡീസിന്റെ അവിടെയും പോയിട്ട്
ഒന്ന് ഫ്രഷ് ആയിട്ട് വന്ന് ഞങ്ങൾ നേരെ പോയത് ചെറിയൊരു ഷോപ്പിൽ കേട്ടോ, ഒരു ജ്യൂസിന്റെ ഷോപ്പ്. അപ്പൊ അവിടെ പോയിട്ട് ഞങ്ങൾ നേരെ ഓർഡർ ചെയ്തു 2 കരിമ്പ് ജ്യൂസും ഒരു തണ്ണിമത്തനും. അപ്പൊ ഞങ്ങൾ രാവിലെ വരുമ്പോൾ പൊറാട്ടയും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് വിശപ്പൊന്നുമില്ല കേട്ടോ, ദാഹമായിരുന്നു. ഞങ്ങളിത് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ ജ്യൂസിനുള്ളൊരു ദാഹം ഉണ്ടായിരുന്നു വെയിലത്ത്. പിശുമോൾക്ക് തണ്ണിമത്തനാണ് ഇഷ്ടം. പിശുമോൾക്ക് തണ്ണിമത്തനും ഓർഡർ ചെയ്തു, ഞങ്ങൾ 2 കരിമ്പ് ജ്യൂസും ഓർഡർ ചെയ്തു. പിന്നെ അതൊക്കെ കുടിച്ച് നേരെ ഞങ്ങൾ പോയത് മെട്രോക്കാണ്. മെട്രോന്ന് ഇനി നേരെ പോകണം കറാമയിലാണ് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടണത്. അപ്പോൾ അവിടെ പോയിട്ടൊരു സദ്യ ഒക്കെ കഴിക്കണം എന്ന് കരുതിയിട്ട് ഞങ്ങൾ നേരെ ഇവിടെ എത്തി, മെട്രോ സ്റ്റേഷനിലെത്തി. മെട്രോ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മെട്രോയിലൊക്കെ കയറി. മെട്രോന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, നല്ല തിരക്കായിരുന്നു. മെട്രോന്റെ ഉള്ളിൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ, കറാമന്റെ അടുക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കറാമയിലെത്തി കേട്ടോ. കറാമയിലെത്തിയപ്പോൾ എൻ്റെ ഫ്രണ്ട് വിനോയ് അവിടെ ഉണ്ട്. വിനോയ് അവിടെയാണ് താമസം. അവിടെ അല്ല, അവൻ ഇവിടെയാണ്, അവൻ്റെ വൈഫ് അവിടെയാണ് ജോലി എടുക്കണത്. ദുബായ് കറാമന്റെ അവിടെയാണ് താമസം. അപ്പോൾ അവൻ അവിടേക്ക് പോയിക്കായിരുന്നു അവന് ഈ ഓണത്തിന്. അപ്പം ഞങ്ങൾ അങ്ങനെ അവനെയും കൂട്ടി ഞങ്ങൾ എന്ത് ചെയ്തു, അവൻ്റെ വൈഫിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അന്ന്, അവൾക്ക് വരാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. തക്കോലം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ കയറിയത്. അവിടെ കറാമയിൽ അവിടെ ഭയങ്കര ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് പല ജില്ലകളെ പേരുകളും പല സംഭവങ്ങളും ഓരോ പ്രത്യേകത എന്താണ് അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മലപ്പുറത്തിൻ്റെ ഫുട്ബോളിൻ്റെ ഒരു ഫോട്ടോ ഇതൊക്കെ വെച്ച് അങ്ങനെ എല്ലാ സെറ്റപ്പ് പോലെ ചെയ്തിട്ടുണ്ട് അവിടെ, വെറൈറ്റി. അങ്ങനെ ഇലകളൊക്കെ വന്ന് ഞങ്ങൾക്ക് 4 പേർക്ക് സദ്യക്കുള്ള ഇലകളൊക്കെ വന്ന് സാധനങ്ങളൊക്കെ അവർ വിളമ്പാൻ തുടങ്ങി. കുറച്ച് അത്യാവശ്യം ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമില്ലാത്ത ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അവർ. അങ്ങനെ അച്ചാറ് മുതൽ എല്ലാ സംഭവങ്ങളും വന്നു തുടങ്ങി. ഉപ്പേരി, പപ്പടം, പിന്നെ അതൊക്കെ വന്ന് ചോറിട്ട് ചോറൊക്കെ എല്ലാവർക്കും വിളമ്പി, സാമ്പാറൊക്കെ ഒഴിച്ച്, മോരുകറി ഉണ്ടായിരുന്നു, സാമ്പാറും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിച്ച് ഞങ്ങളിങ്ങനെ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, റെഡിയായി. അങ്ങനെ ഞങ്ങൾ സദ്യ കൈ തുടങ്ങി ടേസ്റ്റ് ചെയ്യാണ്. അങ്ങനെ ഞാനും വിനോയൊക്കെ സദ്യ സ്റ്റാർട്ട് ചെയ്തു. വലിയൊരു കുഴപ്പമില്ല എന്ന് പറയാം സദ്യ. എന്നാൽ അത്രയൊരു വലിയൊരു ഇതൊന്നും ഇല്ല അവിടുത്തെ. പക്ഷെ നല്ല സാധനങ്ങൾ ഐറ്റംസുകൾ ഉണ്ടായിരുന്നു ഇവലടുത്ത് ഇഷ്ടം പോലെ. ഒരു പായസം വലിയൊരു കുഴപ്പമില്ല, മറ്റേതങ്ങോട്ട് നമുക്ക് തൃപ്തിപ്പെട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷേ എങ്കിൽ സദ്യ എന്തായാലും വിളമ്പിയ സദ്യയൊക്കെ ഫുള്ള് കഴിച്ച് പറ്റണതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതൊക്കെ കഴിച്ച് നേരെ ഇറങ്ങി. അതിൻ്റെ ഫ്രണ്ടിൽ ഇതാണ് തക്കോലം റെസ്റ്റോറൻറ്റ്, കറാമയിലാണ് ഇവരെ ഷോപ്പ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഡേ ടു ഡേ എന്ന് പറഞ്ഞേ അവിടുത്തെ ഒരു വലിയൊരു ഷോപ്പിൽ പോയിട്ടോ, സൂപ്പർ മാർക്കറ്റിൽ ഡേ ടു ഡേ. അപ്പോൾ അവിടുന്ന് ഇഷമോൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം എന്നൊക്കെ പറഞ്ഞ്, അവൾക്ക് എന്തൊരു ജേഴ്സി വേണം, ഈ മറ്റേ ഡ്രസ്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. നേരെ പർച്ചേസിങ്ങിന് ഇറങ്ങിട്ടോ. പിന്നെ നമ്മളെ ഫ്രണ്ട് നേരെ അവൻ്റെ റൂമിൽ പോയിട്ടോ, അവനക്ക് ഫുഡ് കഴിച്ചാൽ ഉറങ്ങണം എന്ന് പറഞ്ഞിട്ടേ, ഷെയ്ഖുന ക്ഷീണിതനാണെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി. അപ്പോൾ ഇവിടുത്തെ കളക്ഷൻ ഒരു രക്ഷയില്ല. കുട്ടികൾക്ക് പറ്റിയ ചെറിയ ചെറിയ ബാഗുകൾ, ഗിഫ്റ്റുകൾ, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകൾ, കുട്ടികൾക്ക് പറ്റിയ ഫാൻസി സാധനങ്ങളുടെ സെക്ഷനാട്ടത്. അപ്പോൾ ഇവളെ പിടിച്ചിട്ട് ഈ ട്രോളിയിൽ ഇങ്ങനെ ഇരുത്തിക്കാട്ടോ. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ആളെ കാണൂല, എവിടേക്കാണ് എത്തിയെന്നറിയില്ല. ഞങ്ങൾ പല സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴും
കുറച്ച് കഴിഞ്ഞാൽ ആളെ കാണൂല, ഉടനെ പിടിച്ചാൽ കിട്ടൂല. അപ്പം നൈസിൽ അവിടെ പിടിച്ചിട്ടിരിക്കണം. അപ്പോൾ ഇത്തിരി സാധനങ്ങളൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്തു കേട്ടോ. എനിക്കൊരു ബ്രസീലിൻ്റെ ജേഴ്സി മേടിച്ചു, ഇഷമോൾക്കൊരു ബ്രസീലിൻ്റെ ജേഴ്സി മേടിച്ചു. ഇഷമോൾക്ക് ഇങ്ങനെ രാത്രി വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സ് മേടിച്ചു, ടോയ് മേടിച്ചു, അവൾക്കൊരു ചെരുപ്പ്, വള്ളിച്ചെരുപ്പ് മേടിച്ചു. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു കേട്ടോ. പിന്നെ വീട്ടിലേക്ക് വേണ്ട പിന്നെ 2-3 ട്രൗസർ മേടിച്ചു. പിന്നെ മറ്റേ ഇഷമോൾക്കൊരു ചെറിയ ചെരുപ്പ് മേടിച്ചു. പിന്നെ കിച്ചണിക്ക് വേണ്ട ഒരു 1-2 സാധനങ്ങൾ മേടിച്ചു. അപ്പം അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ കുറച്ച് നേരത്തെ പർച്ചേസ് ഉണ്ടായിരുന്നു. ഒരു 2.5-3 മണിക്കൂറോളം അതിൻ്റെ അകത്തുണ്ടായിരുന്നു കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അതിൻ്റെ തിരക്കും സാധനങ്ങൾ തിരയാൻ നിന്നാൽ പിന്നെ അത്രക്ക് ടൈം പോകും. ഇനി ലിഫ്റ്റിൽ ഇറങ്ങാനുള്ള ഒരു ക്യൂ ആണ് ഇവിടെ. പിന്നെ അങ്ങനെ താഴത്തേക്ക് എത്തിയിട്ട് ബില്ലിംഗ് സെക്ഷനാണ്, ബില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 100-300 ദിറംസിൻ്റെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് പോന്നു കേട്ടോ. അങ്ങനെ ഒരു 300 ദിറംസിൻ്റെ അടുത്താണ് പർച്ചേസ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. നേരെ ഞങ്ങൾ പുറത്തിറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് അപ്പം ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ദുബായിൽ ഓടുന്ന ബസ്സുകളാണത്. അബുദാബിയിൽ ഒരു ബ്ലൂ കളറാണ്, പക്ഷെ ഇവിടെ ഒരു റെഡും വൈറ്റൊക്കെ കൂടിയ ബസ്സാട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ അതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കണത്. ഡേ ടു ഡേൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഈ വണ്ടികൾ. അതാ മെട്രോ പോകുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ നിന്നാൽ കാണുന്ന കാഴ്ചകളാണ്. ദുബായ് മെട്രോ ആണ് പോണത്. അതാ പിന്നെ ഞങ്ങളിങ്ങനെ പോണ അവിടെ ഡബിൾ ടെക്കർ ബസ് ഉണ്ട് കേട്ടോ. 2 തട്ടിലെ ബസ്. ആ ബസ്സും ദുബായി കൂടെ ഓടുന്നുണ്ട്. അത് അബുദാബിയിലില്ല, ദുബായിലുണ്ട്. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് ദുബായ് ബസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അവിടുന്ന് ബസ് കയറിയിട്ട് നേരെ അബുദാബി. അങ്ങനെ ഞങ്ങൾ നേരെ ബസ്സൊക്കെ കയറി അബുദാബിയിലെത്തിട്ടോ. അബുദാബിയിലെത്തിയ സമയമാണത് 12:22. അപ്പോൾ ഗൈസ് ഞങ്ങൾ തിരിച്ചെത്തി, അബുദാബിയിൽ തിരിച്ചെത്തി. അൽവദ മോളിൻ്റെ ഫ്രണ്ടിലെത്തിട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഇവിടെ 12:20. അപ്പം നാട്ടിൽ ഏകദേശം 2 മണിൻ്റെ അടുത്ത് 1:50 അപ്പോൾ ഇനി ഇവിടുന്ന് ലേറ്റായിട്ട് ഫുഡ് കഴിക്കണം, പോകണം. ഫുഡ് കഴിച്ചിട്ടില്ല, അവിടുന്ന് 9 മണിക്ക് കയറിയതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ ബൈ.